ത്രേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയായി ഒരുങ്ങി വന്നവരും ഒരുങ്ങാത്തവരും, വെള്ളിയാഴ്ച ആയാലേ പള്ളിയിൽ പോയില്ലേ എങ്ങനെയാണെന്ന് തോന്നുന്നവരും കാണും. അത് നമ്മൾ ആരെയും വിധിക്കണ്ട, അവരവർ തന്നെത്താൻ നോക്കിയാൽ മതി ആരാണ് ഏറ്റവും ശരിയായിട്ട് ഒരുങ്ങിയത്. അവരവർ തന്നെ, മറ്റവരെ വിധിക്കണ്ട. വിധിക്കാൻ പോയ പരീക്ഷൻ്റെ വിധിക്കൽ പോലെയാവും. അവരവർ തന്നെ നോക്കുക, ഞാൻ എത്രമാത്രം ഈ വർഷത്തെ കഷ്ടാനുഭാഴ്ചയിൽ ദൈവത്തിനായി ഒരുങ്ങി എന്ന്, പ്രാർത്ഥിച്ചു എന്ന്. ഈ സമയത്ത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഒരു കഥ പറയാം. അദ്ദേഹം മലയാളത്തിലെ ഒരു വലിയ സാഹിത്യകാരനായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ നമുക്കിച്ചിരി ബന്ധമുള്ള ആളാണ് നമ്മുടെ കേരളത്തിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക്. പരിശുദ്ധ പരിമള തിരുമേനി ആരാധനക്രമങ്ങൾ മലയാളത്തിലേക്ക് മൊഴി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചവരിൽ ഒരാളാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അതുകൊണ്ടാണ് ഋതിമതികൾക്കിരുളിൽ രീതിയുള്ളവായും പട്ടാങ്കംപെട്ട ദൈവം തമ്പുരാനൊക്കെ വന്ന് സംസ്കൃത പണ്ഡിതനായിരുന്നു. വള്ളത്തോളും അതോടൊപ്പം തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ കൂടിയാണ് ഇത് പാട്ട് ആദ്യകാലങ്ങളിലെല്ലാം ശരിയാക്കുന്നത്. കുർബാനക്രമത്തിൻ്റെ ആദ്യത്തെ പതിപ്പിൽ ഭട്ടശ്ശേരി തിരുമേനി എഴുതുന്നുണ്ട്, കാലം ചെയ്ത തിരുമേനിയുടെ പ്രവർത്തനത്തിൻ്റെ ബഹുലത്താൽ പ്രസിദ്ധീകരിക്കാത്ത കൃതി ഇപ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് ആ പേരുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പറയി പറ്റി പന്തീർ വിലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ഐതിഹ്യമാണ്. ഒരു കുടുംബത്തിൽ പറഞ്ഞതെല്ലാം പല ജാതിയിലാണ് പറഞ്ഞതെന്നാണ്. അതിൽ നമ്പൂതിരി കുലത്തിലെ ഒരു ശ്രേഷ്ഠനായ ആളുടെ ഒരു സഹോദരനാണ് ചാത്തൻ. അപ്പം അദ്ദേഹം പാക്കനാർ, അദ്ദേഹം ചേട്ടൻ്റെ വലിയ പ്രാർത്ഥന കണ്ടിട്ട് ചേട്ടനോട് പറഞ്ഞു, ഇനിയും വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു സ്ഥാനം തന്നുവിടാം, അതും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. വിവിധ സ്നാനഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് മുക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കൊടുത്തുവിട്ട സാധനം എന്താണെന്നറിയാമോ? പാവയ്ക്ക കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, ചേട്ടൻ ഇത് കൊണ്ടുപോകുമ്പം മുങ്ങുന്ന എല്ലാ സ്നാനഘട്ടത്തിലും ഇതും കൂടെ ഒന്ന് മുക്കിയേക്കണമെന്ന് പറഞ്ഞു. അനിയൻ പറഞ്ഞു വിട്ടതല്ലേ, താണജാതിക്കാരനാണെങ്കിലും ചെയ്തു. തിരിച്ച് വന്നിട്ട് ഇത് മുറിച്ചിട്ട് കടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിനൊരു വ്യത്യാസവുമില്ല, പഴയ കയ്പ് ഇപ്പോഴും അതിനുണ്ട്. അങ്ങനെ ആവരുത് ആത്മീയത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാരം കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വലിപ്പിക്കാൻ മിടുക്കന എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആത്മീയതയും അങ്ങനെയാവരുത്. ഇത് പറയുമ്പോൾ ചിലർക്ക് ഒരു ചെറിയ വിചാരമുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾ അങ്ങനത്തെ ആൾക്കാരാണ്, ചുമ്മാ അത് പള്ളിയിൽ പോവുകയുള്ളൂ, അവർക്കൊരു മാറ്റവുമില്ല എന്ന് പള്ളി വരാത്ത ചിലരിപ്പം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും. ആ പരിപാടി നിർത്തുക. അത് അതിനേക്കാൾ പാവമാണെന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് തുടങ്ങിയത്. അതുകൊണ്ട് നമുക്കൊരു ചേഞ്ച്, മനപരിവർത്തനം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിട്ട്, കുരിശിൻ്റെ ചുവട്ടിലെ ഒരു സങ്കടകരമായ രംഗം നമുക്ക് കാണേണ്ടതുണ്ട്. മുമ്പ് പത്രോസ്ലിഹായെപ്പറ്റിയും യോഹന്നാനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ പറയും, ഞാൻ എപ്പോഴും യൂദായെപ്പറ്റി പറയുന്നു, അതുകൊണ്ട് ഞാൻ യൂദയെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് യൂദയെപ്പറ്റി പറയാതെ മാതാവിനെ പറ്റി പറയാം. അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യം വിശുദ്ധ യോഹന്നാൻ 19:18 യേശു മാതാവിനോട്, അമ്മേ ഇതാ അവിടുത്തെ മകൻ,
പിന്നീട് ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് അരുളി ചെയ്തു. വിശുദ്ധ യോഹന്നാൻ 11:19-18. മുമ്പ് ഞാൻ വിസ്താര സമയത്ത് തൻ്റെ പ്രിയ ശിഷ്യനെ തിരിഞ്ഞു നോക്കിയ 2 കണ്ണിനെ കുറിച്ച് പറഞ്ഞു. ആ 2 കണ്ണുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതൊരു വല്ലാത്ത ദുഃഖമായിരുന്നു. ഗുരുവിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിക്കാണില്ല, എന്നാലും സങ്കടം കാണും. ശിഷ്യൻ അതൊരു ഉള്ളിൽ കൊള്ളുന്ന നോട്ടമായിരുന്നു. പണ്ട് ഞാനൊരു 45 വർഷമായ അച്ഛനായിട്ട് വീട് വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കും. നോക്കുന്നതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? അച്ഛൻ ഇപ്പം പോവും, എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ കൊടുക്കേണ്ടതെന്നാണ്. ഉടനെ തലയാട്ടി അകത്തോട്ട് പോകും. അപ്പം കണ്ണുകൊണ്ടുള്ള നോട്ടത്തിന് ചില ഗുണങ്ങളുണ്ട്. ചിലർക്ക് അതൊന്നും ഗുണവുമില്ല, ചിലർക്ക് ഏൽക്കുകയുമില്ല, കണ്ടില്ലെന്നും നടിക്കും. ആരും ഭാര്യയും ഭർത്താവിനെയും പെണ്ണ് സ്ത്രീകളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതാണ്. പക്ഷെ കർത്താവിൻ്റെ ആ നോട്ടം അവനെ ഏറ്റു എന്നുള്ളതാണ് സത്യം. യൂതയ്ക്ക് ഒട്ടും ഏറ്റില്ല. പാവയ്ക്ക പോലെ അതങ്ങനെ ഇരുന്നു. അമ്മ അവിടെ 2-3-4 സ്ത്രീകളോടൊപ്പം ഇരിക്കുകയാണ്, നിൽക്കുകയാണ് വളരെ വേഗത്തോടെ. അവിടെ ചുറ്റുപാട് നടക്കുന്ന കാഴ്ച നോക്കി. കഴിഞ്ഞ എവങ്കേലിയൻ ഞാൻ വായിച്ച് നിങ്ങൾ കേട്ട് കാണും. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ പതിഞ്ഞിട്ടെടുത്തു. അവൻ്റെ കോട്ട് അത് മുകളിൽ തൊട്ട് അടി വരെ തയ്യലായിരുന്നു, യോജിപ്പിക്കാത്തതായതുകൊണ്ട് അത് കീറണ്ട എന്നവർ വിചാരിച്ചു. അതാരുടെ മുമ്പിൽ വെച്ച? അമ്മയുടെ മുമ്പിൽ വെച്ചു അതിന് ചീട്ടിട്ടത്. ഇന്നും നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഒത്തിരി വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ അറിയില്ല മക്കൾക്ക് എന്നൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തതെന്ന്. മക്കൾക്കും അറിയില്ല എന്തൊക്കെയോ ആരൊക്കെയാണ് വാങ്ങിച്ചു തന്നത്. ചില പിള്ളേരോട് ചോദിക്കും ആരാ വാങ്ങിച്ചു തന്നെ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കാര്യമല്ല, ഇവിടെ ആരോടും ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ചോദിച്ചാൽ ഉടനെ അവർ ആരാ വാങ്ങിച്ചതെന്ന് അവർക്ക് തന്നെ ഒരു ഗ്രാഹ്യമില്ല. അതേ സമയത്ത് അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയപുത്രൻ ആകെപ്പാടെ ഒരു മേൽ തൊട്ട് അടി വരെയുള്ള ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് അവിടെ നിന്ന് ചീട്ടിടുക. ക്രൂശന്മേൽ കിടക്കുന്നത് തൻ്റെ പ്രിയപുത്രൻ. മാലാഖ വന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകുമെന്ന്. ആരുമില്ലായിരുന്നു കൂട്ടിന്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഉൾക്കൊണ്ടു ദൂതൻ വഴി. പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. അപ്പം ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. 14 വയസ്സെന്നാണ് പറയപ്പെടുന്നത്. ആകപ്പാടെ കൂട്ടിന് 81 വയസ്സുള്ള ഒരപ്പച്ചൻ. 3-ാം കെട്ടാണ്. കെട്ടുന്നതിന് മുമ്പത്തെ വിഷയമാണ്. അത് വഹിച്ചു. കൂടെ ഒരു പക്ഷേ കുഞ്ഞുണ്ടാകുന്നത് വരെ എലിസബത്തും സക്കറിയായും കൂടെ കാണും. വേറെ ആരുമില്ല കൂടെ. കുഞ്ഞുണ്ടായത് എവിടെയാണ്? കല്ലടാവിൽ. കല്ലടാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുൽത്തൊട്ടിയിലല്ല കേട്ടോ. പുൽത്തൊട്ടിയിൽ കച്ചിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എന്താണെന്ന് വെച്ചാൽ അതുണ്ട്. കല്ലടാവിൽ ജനിച്ച കുഞ്ഞിനെ എടുത്ത് പുൽത്തൊട്ടി കിടത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെല്ലാം നമ്മളൊക്കെ പറയാറുണ്ട് ആ സത്രക്കാരൻ്റെ ഹൃദയം എത്ര കഠിനമാണെന്ന് പറയാറുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു റിസോർട്ടിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് അവിടെ മുറികളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലെ അവശയായ ഒരു സ്ത്രീ വന്നാൽ അത് കൊടുക്കുമെന്നുള്ളവരും കൈവക്കാവും. ആരെങ്കിലും ഇറക്കി വിട്ടിട്ട് നടക്കില്ല. ചുമ്മാതെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പിടിക്കാൻ മിടുക്കന്മാരാ. അത് വേണ്ട. ഞാനായാലും നിങ്ങളായാലും അതേ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് ബോധ്യം വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കാര്യം സാധിച്ചേനെ. ഈ തിരുവിതാംകൂർ രാജ്യസഭയിൽ ഒരു കുഞ്ചൻ നമ്പ്യാരുടെ കാലത്ത് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയണത്. ഭയങ്കരമായ സദ്യ എല്ലാവർക്കും ഒരുക്കി കൊടുത്തു. അന്ന് ഇന്നത്തെ പോലെയല്ല. നിലത്തിങ്ങനെ ചമ്മണം പടഞ്ഞിരുന്ന്
വാരി ഉരുട്ടി കഴിക്കുക. അത് നല്ലപോലെ കഴിക്കുന്ന ആൾക്കാർ, നല്ലപോലെ മടക്കുകയും പണിയുകയും ചെയ്യുന്ന ആൾക്കാർ, നമ്മളെപ്പോലെയല്ല. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിയാറായപ്പോൾ രാജാവ് വന്ന് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വയറ് മുഴുവൻ നിറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം രാജാവ് പറഞ്ഞു, അല്ല, കുഞ്ഞനമ്പേർ പറഞ്ഞു ഇവിടം വരെ, ഇവിടെ തൊണ്ടക്കുഴി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ഇവിടം വരെ നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അവസാനം 3-4 പായസമുള്ളതിൽ അവസാനത്തെ പായസമാണ്, അത് അടപ്രഥമനുണ്ട്, പാൽപ്പായസം, അത് നീ എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞനമ്പേരില്ലേ പറഞ്ഞ മറുപടി, രാജാവേ, താഴെയുള്ള ചന്തയിലേക്ക് ഞങ്ങൾ പോയാൽ അതിൽ നടക്കാൻ സ്ഥലം കിട്ടില്ല. രാജാവ് പോയാലോ അവിടെ വളരെ വീതിയിൽ വഴി കിട്ടും. അതുകൊണ്ട് പാൽപ്പായസം പോന്നോട്ട്, അത് രാജാവാണ്, അകത്തോട്ട് പോകും. ആളെ മനസ്സിലായാലേ മാത്രമേ വിളമ്പാൻ പറ്റുന്നവർക്കായാലും പറ്റുള്ളൂ. ഇവിടെയും അത് പറ്റിയതിന് വന്നത് രാജാതിരാജനാന്നുള്ള ബോധ്യം സത്രക്കാരനുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇല്ല. കിട്ടിയത് ആ സത്രക്കാരൻ കാണിച്ച നല്ലൊരു ഒരു പണിയുണ്ടെന്ന് പ്രാക്കന്മാർ പറയുന്നുണ്ട്. പുറകിൽ കല്ല് വെട്ടിയ ഒരു മടയുണ്ട്, അവിടെ 3 വശം മറിഞ്ഞതാണ്. ഒരു വശം തുണി കൊണ്ട് മറച്ചാൽ മതി, അവിടെ പ്രസവിക്കാം. അവിടെ പ്രസവിച്ചു. കീറിയ തുണികളിൽ ചുറ്റി അവിടെ ഉണ്ടായിരുന്നിടത്ത് പ്രസവിച്ചു. അതോടെ മണ്ണിനെ സ്പർശിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കൊടുത്ത പ്ലാവാം ദൈവത്തിൻ്റെ ശാപത്തിന് പരിഹാരം നൽകുകയായിരുന്നു. അവിടെ പറയുന്നു, നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആദാമിനോട് പറഞ്ഞ ആ ശാപം അന്ന് മാറി അവർ ഭൂമിയെയും പ്രകൃതിയും വിശുദ്ധീകരിച്ചു എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. തീർത്ഥാടനപാതയിൽ കുഞ്ഞുണ്ടായി. അത് കഴിഞ്ഞ് പാലായനം മിസ്രൈമിലേക്ക് തിരിച്ചു വന്ന് പരശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ചുറ്റും കൂടിയിരുന്ന് അവഹേളിക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം അവിടെ കാണുന്നത്. ചതഞ്ഞ ഓട, പുകയുന്ന തിരി എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അവഹേളിക്കും. ഇത് കാണുന്ന കാഴ്ചയാണ്. യഹൂദ സംരക്ഷണ സേന നടന്ന് കർത്താവിൻ്റെ പുറകെ ചീത്തുള്ളി. ഇപ്പം കുരിശന്മേൽ കിടക്കുകയാണ് അല്ലേ. കുഞ്ഞുണ്ടാകുമ്പോൾ അമ്മമാർ കുഞ്ഞിൻ്റെ തിരുനെറ്റിയിൽ ഉമ്മ കൊടുക്കുമെന്ന് പറയുന്നത്. ആ ഉമ്മ കൊടുത്ത, ആദ്യം താൻ ഉമ്മ കൊടുത്ത തിരുനെറ്റിയിൽ ഒന്നാന്തരം മുള്ളാണി തറച്ച് കയറ്റിയിരിക്കുന്നു. താൻ പിടിച്ച് നടത്തിയ കയ്യിൽ ആണി തറച്ചിരിക്കുന്നു. ഏത് ഹൃദയമാണ് തകരാതിരിക്കുന്നത്? ആ തകർന്ന് കണ്ണിൽ വെള്ളവും ചോരയും എല്ലാം തീർന്നു കഴിഞ്ഞ സമയത്താണ് ആ കുരിശിൽ ഈ ബഹളത്തിനിടയിൽ കർത്താവ് കാണുന്നത് തൻ്റെ അമ്മയെയും തൻ്റെ പ്രിയ ശിഷ്യനെയും മറ്റു സ്ത്രീകളെയും. അമ്മയോട് പറയുന്ന വാക്കാണിത്. ആ വേദനയ്ക്കിടയിൽ പറയുന്ന വാക്കാണ്. എന്താ കാരണമെന്നറിയാമോ? നമ്മുടെ 1-ാമത്തെ തുബദേന് ചൊല്ലാറുണ്ട്, യെരുശലേമിലെ 1-ാമത്തെ പാത്രിക്കീസായ മോർ യാക്കൂബ്, കർത്താവിൻ്റെ സഹോദരൻ. അന്നൊന്നും കർത്താവിൻ്റെ കൂടെ അമ്മയുടെ കൂടെയല്ല. കർത്താവിന് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് പോകാൻ വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന യാക്കോബ്. പിന്നാണ് ഉയർപ്പിനും പെന്തിക്കോസ്തിക്കും ശേഷമാണ് ആ കർത്താവിൻ്റെ പാതയിലേക്ക് ഈ യാക്കോബും കൂട്ടരും വന്നത്. സഹോദരങ്ങളില്ല. സഹോദരങ്ങൾ എന്ന് പറയുന്നത് കസിൻസ് ഇല്ല കൂടെ. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ആകപ്പാട് യോഹന്നാൻ മാത്രം ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മയോട് പറയുന്നതാണ്, അമ്മേ, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറയാണ്, ഇതാ നിൻ്റെ അമ്മ. അതിനെക്കുറിച്ചൊരു വേദശാസ്ത്രം കൂടെ ഉണ്ട്, അതും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ഈ പള്ളിക്കകത്ത് നടുക്കുള്ള പാതയിൽ നിൽക്കരുതെന്ന് പറയുന്നതിന് കാരണം ത്രിനോസിൻ്റെ നേരെയുള്ള വഴിയാണ്. ത്രിനോസ് 3-4 പര്യായങ്ങളുണ്ട്. ഒന്ന് കർത്താവിൻ്റെ കുരിശ്, അതുപോലെ തന്നെ പിറന്ന കല്ലടാവ്, അതുപോലെ പല വ്യാഖ്യാനങ്ങളും പര്യായങ്ങളുമുണ്ട്. അത് കർത്താവിൻ്റെ ക്രൂശാണ് ഒരെണ്ണം ഗോകുൽത്ത അല്ലെങ്കിൽ ത്രിനോസ്. അതിന് നേരെയുള്ള വഴി സഭയിലേക്ക് വരുവാനുള്ള ജനത്തിനുള്ളതാണ്. അത് അമ്മയ്ക്കും യോഹന്നാനും അവകാശപ്പെട്ടതാണ്. അത് ക്രോസ് ചെയ്യാൻ, അവിടെ കയറി നിൽക്കാൻ ആരെയും അനുവദിക്കാതില്ല. 3 പ്രാവശ്യം മാത്രം. ഒന്ന് മാമോദീസ മുക്കാൻ നേരത്ത് സഭയോട് ചേർക്കാൻ, 2 സഭയുടെ മുന്തിരിവള്ളിയിലെ അംഗമായി തീരാൻ, ഒരു കുഞ്ഞു കുടുംബമാകാൻ നേരത്ത്, പിന്നെ തിരിച്ചു പോകാൻ നേരത്ത്.
3 പ്രാവശ്യം മാത്രമേ അവിടെ നമുക്ക് അവകാശമുള്ളൂ. അവിടേക്ക് സഭയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് അച്ഛന്മാരവിടെ നിൽക്കാതിരിക്കാൻ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതും. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഞാനും നിങ്ങളും കർത്താവ് ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ വഴി അടഞ്ഞു നിന്നതുപോലെ കർത്താവിൻ്റെ സമീപത്തേക്കുള്ള ഓരോ വിശ്വാസിയുടെയും വഴി അടയാതിരിപ്പാൻ പ്രത്യേകിച്ച് ഓർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എന്നബ്രാൻ തൻ്റെ അദൃശ്യമായ വലതുകര നീട്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ട് പാടും. ദേവേശ യേശു